നിയമം ലംഘിച്ച ബൈക്ക് യാത്രക്കാരനെ ധൈര്യപൂർവ്വം മുന്നിൽ നിന്ന് തടഞ്ഞ ഒരമ്മയാണ് ഇന്ന് കേരളത്തിന്റെ ഹീറോ. ഫുട്പാത്തിലൂടെ നിരന്തരം ബൈക്കുകൾ കയറി കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോഴാണ് ഇറങ്ങി തടയാൻ തീരുമാനിച്ചതെന്ന് പ്രഭാവതി അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് എരഞ്ഞിപ്പാലം ജംഗ്ഷൻ അടുത്ത് വെച്ച് നടന്ന സംഭവം അടുത്ത ഷോപ്പിലുള്ളവർ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളാണ് വൈറലായത്. നിയമം തെറ്റിച്ച് ഫുട്പാത്തിലൂടെ അതിക്രമിച്ചു വന്ന ഒരു ബൈക്ക് യാത്രക്കാരനെ തന്റെ ഉയർന്ന പൗരബോധം കൊണ്ട് തടഞ്ഞു നിർത്തിയ പ്രഭാവതി അമ്മ അല്ലേ? വലിയ വൈറലാണെന്ന് നിങ്ങൾ ആ ബൈക്കിനെ തടഞ്ഞു നിർത്തുന്നത് മുന്നിൽ നിന്ന്. അത് ഇവിടെ സ്ഥിരം ആണ് ആ കാഴ്ച. ഞാനും സ്ഥിരം തടഞ്ഞു നിർത്താറുണ്ട്. എനിക്കായിട്ട് വരുമ്പോൾ അഭിമുഖമായിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ തടഞ്ഞിട്ടുണ്ട്. ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അസിസ്റ്റന്റ് കമ്മീഷണർ ഇതിന് ട്രാഫിക്കിന് കൊടുത്തിട്ടുണ്ട്. അവരെന്നെ വിളിച്ചു. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒറ്റ കാര്യമുള്ളൂ, ഫൈൻ ഈടാക്കുക, അവരൊരാഴ്ച ക്ലാസ്സിലിരിക്കുക. അത് അവരെന്നോട് പറയും ചെയ്തു. ഞാൻ പറഞ്ഞു സർക്കാരിന് കാശ് കിട്ടട്ടെ, ഇതിനൊരു ശാശ്വത പരിഹാരം വേണം. പക്ഷെ അത് പലപ്പോഴായിട്ട് ഇങ്ങനെ പിന്നെയും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ ഞങ്ങളിപ്പോൾ അയൽക്കൂട്ടത്തിൽ ഞാൻ ചർച്ച ചെയ്യണത് വളരെ രൂക്ഷമായ ചില സംഭവങ്ങൾ ഉണ്ടായി. 1-2 ദിവസങ്ങൾക്ക് പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. ഈ മുന്നിൽ നിന്ന് തടയുന്ന ഒരു വിഷ്വൽ ഉണ്ടല്ലോ, ഭയങ്കര പവർഫുൾ ആണ് അമ്മേനെ നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത്. അല്ല, അത് ഞാൻ എപ്പോഴും ഇത് മാത്രമൊന്നുമല്ല, ബസ്സിലെ സീറ്റിന് വരെ നമ്മൾ അടി ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ വിട്ടുകളഞ്ഞ് നമ്മളിപ്പോ സ്വസ്ഥം. ബൈക്ക് ആദ്യം തടഞ്ഞു നിർത്തുന്നുണ്ട്, പക്ഷെ വേറെ സൈഡിൽ കൂടെ ഒക്കെ വണ്ടി കയറ്റാൻ നോക്കുന്നു. അപ്പൊ കാലൊക്കെ വെച്ച് ഇങ്ങനെ തടയുന്നുണ്ട്. വല്ലാത്തൊരു തടച്ചല്ലേ. അത് ധൈര്യം തന്നെയാണ്. മോനെ കേൾക്കാൻ എനിക്കും നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊന്നും അവസാനിപ്പിക്കണല്ലോ എന്തെങ്കിലും. മോനോട് പറയാ ഇതങ്ങനെ വണ്ടി ചരിച്ചിട്ട് പറയാം ഇതിലെ പോയിക്കോളൂന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വഴി, അത് റോഡല്ലേ, റോഡിലൊക്കെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് എങ്ങനെയാ പോവുക? കാൽനട യാത്രക്കാർക്കുള്ളതാണല്ലോ ഈ ഫുട്ടേജ്. ഈ സ്ഥലം നിയമം പറയണോന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു നിയമല്ല, നിയമത്തിന്റെ വഴിക്ക് ഞാൻ എന്റെ വഴിക്ക് പോവുകയാണെന്ന്. അപ്പോൾ പിന്നെ എന്താ ഞാൻ വളക്കട്ടെ, നിങ്ങളൊന്ന് മാറി നിൽക്കുന്നത്. വളക്കലില്ല, ബാക്കോട്ട് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ എന്റെ ശൈലി അതാണ്. ബാക്കോട്ട് എടുത്തോളാൻ പറഞ്ഞു. പോകുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ക്യാമറ എടുത്ത് എന്റെ ബാഗിൽ നിന്ന്, അല്ല ക്യാമറ അല്ല, ഫോൺ എടുത്ത് എന്റെ നമ്പർ എടുക്കാൻ വേണ്ടിയാണ്. അങ്ങനെയാണ് അപ്പൊ അവന് മനസ്സിലായി പ്രശ്നമാണ്. അപ്പോഴാണ് അവൻ എടുത്തു പോയത്. മൊബൈൽ എടുത്തപ്പോഴാണ് പുറകോട്ട് പോയത്. അത് കഴിഞ്ഞപ്പോ അവൻ അങ്ങനെ ജയിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജയവും തോൽവിയൊന്നുമില്ല, നിയമമാണ്, നിയമത്തിന്റെ വഴിക്ക് പോട്ടെ. അപ്പോഴാണ് മുകളിൽ നിന്ന് ആരോ പോണത് എടുക്കുന്നത്. അപ്പൊ ഇവിടെ എല്ലാവരും അങ്ങോട്ട് നോക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ. അപ്പൊ അവൻ ഇപ്പൊ വിളിച്ചിരുന്നു തന്നെ. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ ഈ വണ്ടി പോകുന്നത് കണ്ടിട്ട് ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ഇത് പിടിച്ചതാണ്. അപ്പോഴാണ് നിങ്ങൾ ഇതിനകത്ത് വന്ന് വീണത്. നീതി കാണുമ്പോൾ ആ സമയത്ത് പ്രതികരിക്കാന്നുള്ളത്. ഓ, അതെപ്പോഴും ഞാൻ അന്നും ഇന്നും ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ചൊരു പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. അതുണ്ട്. അതിന് മുമ്പേ ഉണ്ട്. സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഞാൻ സ്കൗട്ട് ഗൈഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ പൗരബോധവും അതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇതുണ്ട്. അമ്മനെ പരിചയമുണ്ടോ നേരത്തെ? ഈ ഇത്തരം വിഷയങ്ങളൊക്കെ ഇടപെടുന്നതാണോ അമ്മന്റെ ആ വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലായി? അതെ. ഇത്തിരി സോഷ്യൽ മെന്റാലിറ്റി അധികമുള്ള ആളാ. ഒത്തിരി ഓവറാണ്. എല്ലാത്തിലും ഇടപെടും. മലയാളിയുടെ ഒരാൾ കമന്റ് ഇട്ട എന്താ അറിയോ, ഷൺമുഖിയാണ്. ആ തരത്തിൽ മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ഏതായാലും വലിയ മാതൃകയായി മാറിയിരിക്കുകയാണ്. മലയാളിയുടെ ആവശ്യമായ കൈമുതലാക്കേണ്ട ഉയർന്ന പൗരബോധത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ് പ്രഭാവതി അമ്മ. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.